എറണാകുളം കുറുപ്പംപടിയിൽ പട്ടാപ്പകൽ മോഷണം. വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം നഷ്ടമായിട്ടുണ്ട്. രായമംഗലം സ്വദേശി സന്ദീപിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജോയ് മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയ്, എപ്പോഴായിരുന്നു ഈ മോഷണം? പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മോഷണം എറണാകുളം കുറുപ്പംപടിയിൽ നടക്കുന്നത്. അതായത് രായമംഗലം സ്വദേശിയായ സന്ദീപിന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. അതായത് ഈ വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ഇവരുടെ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്ന അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണവും അതുപോലെ തന്നെ പണവുമാണ് കവർന്നത്. ഏകദേശം 10 പവനോളം സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അതായത് ഈ രായമംഗലം സ്വദേശിയായ സന്ദീപ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഇദ്ദേഹം കോട്ടയത്താണ് ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ ജോലിയുടെ ആവശ്യത്തിനായി ഇദ്ദേഹം ഈ സംഭവം നടക്കുന്ന സമയം, അതായത് ഇന്നലെ രാവിലെ തന്നെ കോട്ടയത്തേക്ക് ജോലിയുടെ ആവശ്യത്തിനായി പോയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇവർ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, അപ്പോൾ ഇവരുടെ ഒരേ ഏകമകൾ സ്കൂളിലും പോയിരുന്നു. അപ്പോൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് നടന്ന മോഷണമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 പവനോളം സ്വർണം നഷ്ടമായി. അതിൽ തന്നെ മാലയും അതുപോലെ തന്നെ വളയും ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്നു. ഇത് കൂടാതെ തന്നെയാലും ഇവരുടെ മകൾ ഈ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. അതായത് ഇവരുടെ മകൾ കുടുക്കയിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം ഈ കവർച്ചാ സംഘത്തിലെ പ്രതികൾ അപഹരിച്ചു എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഈ കുട്ടിയുടെ ഈ ഡാൻസിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന മാലകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ മോഷ്ടാക്കൾ കവർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ആരുമില്ലാത്ത സമയത്താണ് ഈ മോഷണം നടന്നിരുന്നത്. അപ്പോൾ പോലീസ് പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെയിം മോഡസ് ഓപ്പറാണ്ടിയിൽ മുൻപ് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നടന്ന മോഷണങ്ങളും ആ മോഷണ കേസുകൾ ഉൾപ്പെട്ട പ്രതികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും പോലീസ് സംശയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആരും വീട്ടിലില്ലാത്ത സമയത്താണ് ഈ മോഷണം നടന്നപ്പോൾ ഈ പരിസരത്ത് അല്ലെങ്കിൽ ഈ വീട്ടുകാരുമായി അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു രീതി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഘട്ടത്തിൽ ആരാണ് അല്ലെങ്കിൽ പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കിട്ടിയ പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഈ വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം എത്തിയാണ് പരിശോധന നടത്തിയത്. അപ്പോൾ നിലവിൽ ഈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സോന, ശരി.